കെഎസ്ആർടിസിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. വിപണി വിലയ്ക്ക് ഇന്ധനം വാങ്ങാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. എം.എസ്. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോകുൽഷൻ, വലിയ തിരിച്ചടിയാണ് കെഎസ്ആർടിസിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ റീറ്റെയിൽ പമ്പുകൾക്ക് നൽകുന്ന നിരക്കിൽ കെഎസ്ആർടിസിക്കും ഇന്ധനം നൽകണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. ബൾക്ക് പർച്ചേസർ എന്ന നിലയിൽ കെഎസ്ആർടിസിക്ക് ഇന്ധനവില സാധാരണ വിലയേക്കാൾ 20 രൂപ അധികം നിരക്കിലാണ് ഈ എണ്ണ കമ്പനികൾ നൽകിയിരുന്നത്. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിലൊരു ബൾക്ക് പർച്ചേസർ എന്ന രീതിയിലുള്ള നിരക്ക് നിശ്ചയിച്ചതിൽ അപാകതയുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഹൈക്കോടതിയെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് അപ്പീൽ നൽകിയത്. ഈ നേരത്തെ നൽകിയ ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമാണ് ഈ എണ്ണ കമ്പനികൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഈ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു. ഇതോടെ 20 രൂപ നിരക്കിൽ, നേരത്തെ നൽകിയിരുന്ന നിരക്കിനേക്കാൾ 20 രൂപ നിരക്കിൽ വേണം ഇനി എണ്ണ കമ്പനികളിൽ നിന്നും കെഎസ്ആർടിസി ഇന്ധനം അടിക്കുന്നതിന്. എന്തായാലും ഇത് വലിയ ചെലവാണ് കെഎസ്ആർടിസി സൃഷ്ടിക്കുന്നത്. ഏതാണ്ട് മാസം 25 കോടിയിലധികം രൂപയുടെ മാറ്റം ഇതുവഴി ഉണ്ടാകുമെന്ന കണക്കൂട്ടലാണുള്ളത്. ഈ ശമ്പള വിതരണം അടക്കമുള്ള കെഎസ്ആർടിസിയുടെ ദൈനംദിന കാര്യങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഈ നിരക്ക് വർധനവ് എന്ന് സർക്കാർ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എണ്ണ കമ്പനികളുടെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ അപ്പീൽ ഹർജി നൽകുകയും ചെയ്ത് ഈ ഹർജിയിൽ അനുകൂലമായ ഒരു തീരുമാനം ലഭിച്ചത് കെഎസ്ആർടിസിക്ക് വലിയൊരു അളവ് വരെ ആശ്വാസം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഇനി കൂടുതൽ നിയമ നടപടികളുമായി കെഎസ്ആർടിസി മുന്നോട്ട് തന്നെ പോകേണ്ടി വരും. തീർച്ചയായും മനീഷ്, ഇന്നിപ്പോ സമരമാണ്. പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല, ഭരണപക്ഷ സംഘടനകളുടെ പല ഭാഗങ്ങൾ കൂടി സമരത്തിൽ ചേരുന്നുണ്ട്. കാരണവും നമുക്കറിയാം, ശമ്പളം കൊടുക്കാൻ പോലും കാശില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ 35 കോടിയുടെ അധിക ബാധ്യത കൂടി വരുമ്പോൾ കൂടുതൽ സങ്കീർണമാവും കെഎസ്ആർടിസിയുടെ സ്ഥിതി, അല്ലേ? തീർച്ചയായും. പൊതുജനങ്ങൾ പൊതുഗതാഗത സംവിധാനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കെഎസ്ആർടിസി വാഹനങ്ങളാണ്. ആ കെഎസ്ആർടിസിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ ഉണ്ടായ വലിയ പ്രതിസന്ധിക്ക് ഒരു കാരണവും ഈ ഡീസൽ നിരക്കിലെ അമിതമായ വർധനവും വിപണി വിലയേക്കാൾ കൂടുതൽ തുക ഇതിനായി നൽകണം എന്ന നിർദ്ദേശവുമാണ്. ഇതിലൂടെ മാത്രം ഏതാണ്ട് ഒരു ദിവസം 70 ലക്ഷത്തിലധികം, സാധാരണ ദിവസങ്ങളിൽ 70 ലക്ഷത്തിലധികം രൂപ ഇത്തരത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ ഒരു മാസം എത്തുമ്പോഴേക്കും ഇതിന്റെ നിരക്ക് 20 കോടിക്കും 25 കോടിക്കും ഒക്കെ മുകളിൽ വരും. അത് അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കെഎസ്ആർടിസി തള്ളിവിടുന്നത്. നമുക്ക് അറിയാം, ഇപ്പോൾ തന്നെ കൃത്യമായ സമയത്തോ അല്ലെങ്കിൽ ദിവസങ്ങളോളം കഴിഞ്ഞാൽ പോലും ശമ്പളം ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കെഎസ്ആർടിസിയിലുള്ളത്. വൻ തോതിലുള്ള പെൻഷൻ തുക നൽകേണ്ടി വരുന്നു. ഒപ്പം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത കോടികളുടെ തിരിച്ചടവുണ്ട്. ഇതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഇന്ധനവില ഇനത്തിൽ പോലും ഇത്രയും വലിയൊരു വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ മുന്നിൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാർ ഏത് തരത്തിലാവും ഇനി കെഎസ്ആർടിസിയെ പിടിച്ചു നിർത്താൻ മാർഗങ്ങൾ ആവിഷ്കരിക്കുക എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് ഈ കെഎസ്ആർടിസിയുടെ വരുമാനത്തിൽ നിന്നും ഗണ്യമായൊരു പങ്കാണ് ഈ ഇന്ധനം എന്ന നിലയിൽ ഇനി ചോരാൻ ഒരുങ്ങുന്നത്. നേരത്തെ വലിയ തോതിൽ നഷ്ടം വന്നപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വലിയ ആശ്വാസമാണ് കെഎസ്ആർടിസിക്ക് നൽകിയത്. ഇതേ തുടർന്ന് ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കെഎസ്ആർടിസി നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ നിന്നും വ്യക്തമാവുന്നത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്.